കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ വചനവുമായി ഒരു പ്രാവശ്യം നിങ്ങളുമായി ബന്ധപ്പെടുവാൻ ദൈവം എന്നെ സഹായിച്ചതിൽ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് നിങ്ങളോട് ഞാൻ സുവിശേഷം പറയാൻ, ഇന്ന് നിങ്ങളോട് ഞാൻ ഒരു വചനം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ വീഡിയോ കേൾക്കാൻ നിങ്ങളെ നിർബന്ധിച്ചത് ഒരു പക്ഷേ ഇതിൻ്റെ ആ ടൈറ്റിലായിരിക്കാം, ഹെഡിങ് ആയിരിക്കാം. അതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നു: കനാവിലെ കല്യാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയുടെ ദിശാവിഷ്കരണമാണെന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയുടെ ദിശാവിഷ്കരണമാണ് കാനാവിലെ കല്യാണം. ഇത് പറയാനുണ്ട്. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായിരുന്നു. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. 3-ാം നാൾ എന്നവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുക. 3-ാം നാൾ എന്തിൻ്റെ 3-ാം നാളിനെ കുറിച്ചാണ് അവിടെ സുവിശേഷകൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്. എന്തിൻ്റെ 3-ാം നാൾ? നമുക്ക് പരിശുദ്ധ ബൈബിളിൽ 3-ാം നാൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 3-ാം നാൾ എന്ന് പറയുന്നത് 3-ാം നാൾ. ഒന്നാമത്തെ പഴയ നിയമത്തിൽ നമുക്ക് നോക്കുവാണെങ്കിൽ പ്രവാചകനായ യോന ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് നീ ദിനവേ പോയി സുവിശേഷം പോയി ദിനവേ പോയി എൻ്റെ സന്ദേശം നീ അവരെ അറിയിക്കാൻ, എൻ്റെ വാണിംഗ് അവരെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ട് യോന അവിടെ പോകാതെ തർശീശിലേക്ക് പോകുന്ന കപ്പലിൽ കയറി അതിലുണ്ടാകുന്ന സംഭവങ്ങൾ, വികാസങ്ങളൊക്കെ നമുക്കറിയാം. ആ കപ്പലിനുണ്ടാകുന്ന വിപത്തുകളും അവിടുന്ന് യോനയെ കപ്പലിൽ നിന്ന് വലിച്ചെറിയുന്നത്, ഒരു കടൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 ദിവസം അവിടെ ഇരിക്കുന്നു. 3-ാമത്തെ ദിവസം യഹോവയായ ദൈവം കൽപ്പിക്കപ്പെട്ട സ്ഥലത്ത് പോയി അതിനെ വിക്ഷേപിക്കുന്നതും അവൻ അവിടെ പോയി ശ്രദ്ധിച്ച് വീണ്ടും പോയി നിലവ് പോയി സുവിശേഷം പറയുന്നതായിട്ടും നമ്മൾ യോന പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ 3-ാം ദിവസത്തിന് ശേഷം ഒരു പുതിയ വ്യക്തിയായിട്ടാണ് പിന്നെ യോന പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്കറിയാം, സുവിശേഷകനായ ലേഖകർത്താവായ വിശുദ്ധ പൗലോസ്, അദ്ദേഹത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലുണ്ടായ സംഭവം നമുക്കറിയാം. ദമാസ്കസിലേക്ക് അവിടെ താമസിക്കുന്നതായ ക്രിസ്തു വിശ്വാസികളെയും അവിടുത്തെ ആൾക്കാരെയും ക്രിസ്തു വിശ്വാസികളെല്ലാം പിടിച്ചു കെട്ടി പുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും ന്യായാധിപന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉള്ള യാത്ര, ദമാസ്കസിലേക്ക് പോലുള്ള യാത്രക്കിടയിലാണ് കർത്താവായ യേശുക്രിസ്തു സുവിശേഷകരെ സംബന്ധിക്കുന്നത്. അന്ന് ശൗലായിരുന്ന അദ്ദേഹം പിന്നെ വലിയൊരു സുവിശേഷകനായി നമുക്ക് പ്രചോദനവും പരിശുദ്ധമായ വചനത്തിൻ്റെ മർമ്മങ്ങളും വെളിപ്പാടുകളും വെളിപ്പെടുത്തുന്ന ശക്തനായ ഒരു അപ്പോസ്തലനായത് അതിനുശേഷമാണ് ഉണ്ടായത്. മറ്റാർക്കും പ്രഖ്യാപിക്കാൻ കഴിയാത്ത സുവിശേഷങ്ങൾ, പ്രഖ്യാപിക്കാൻ കഴിയാത്ത മർമ്മങ്ങളും രഹസ്യങ്ങളുമൊക്കെ അപ്പോസ്തലൻ അദ്ദേഹത്തിൻ്റെ 12 ലേഖനങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ 14 ലേഖനങ്ങളിൽ നിന്നും, അതായത് എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള 3-ാം ദിവസമാണ്. അതിനാണ് ഏറ്റവും പ്രസക്തിയുള്ളത്. 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. ആ 3-ാം നാളാണ് ഇവിടെ കാണിക്കുന്നത്. 3-ാം നാൾ ആ പ്രത്യേകത ഇവിടെ വരാൻ കാരണം കർത്താവ് മരിച്ചു 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ, അതായത് ഒരു വ്യക്തി മരിച്ചതിന് ശേഷം ആ വ്യക്തി എഴുതിയ നിയമം അവിടെ പ്രാബല്യത്തിൽ വരണം. ഇവിടെ എബ്രായ ലേഖനം 9-ാം അധ്യായം 16-ാം അധ്യായം നാം ഇങ്ങനെ വായിക്കുന്നു: നിയമം ഉള്ളിടത്ത് നിയമകർത്താവിൻ്റെ മരണം തെളിവാൽ ആവശ്യമാണ്. നിയമകർത്താവിൻ്റെ മരണം അതായത് ഇത് പറയുന്നത്, ദ ഡെത്ത് ഓഫ് ദ ടെസ്റ്റേറ്റർ ഈസ് എസെൻഷ്യൽ ടു ഇംപ്ലിമെൻറ്റ് ദ ടെസ്റ്റമെൻറ്റ്. ആ ടെസ്റ്റമെൻറ്റ് ഇംപ്ലിമെൻറ്റ്, നമ്മൾ മരണപത്രം എഴുതത്തില്ലേ, ആ മരണപത്രം എപ്പോഴാണ് പ്രാബല്യത്തിൽ വരുന്നത്? ആ വ്യക്തിയുടെ മരണത്തിന് ശേഷമാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്. ഇവിടെ 3-ാം നാളിനെ കാണുന്നിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കൊണ്ടുവന്ന നിയമ പ്രാബല്യത്തിൽ വരുന്നു. 3-ാം നാളോടുകൂടി, 3-ാം നാളായതോടുകൂടി കർത്താവ് കൊണ്ടുവന്ന നിയമം പ്രാബല്യത്തിൽ വരുന്നു. കർത്താവ് കൊണ്ടുവന്ന നിയമം ഒന്നാണ്. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം ലഭിച്ചു. കർത്താവ് കൊണ്ടുവന്ന ആ നിയമമാണ് ഈ കൃപ എന്ന് പറയുന്നത്. അത് പ്രാബല്യത്തിൽ വരുന്നു. ന്യായപ്രമാണം യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, എന്നാൽ
കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വെച്ച് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഈ ന്യായപ്രമാണത്തെ എങ്ങനെയാണ് യേശുക്രിസ്തു അതിനെ അതിനോട് 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 പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ സംഭാഷണത്തിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവ് പറയുന്ന നിങ്ങളുടെ ന്യായപ്രമാണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ മോശയും ഈ ന്യായപ്രമാണത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? മോശയ്ക്കും ഈ ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുന്നത്, അതായത് മോശയുടെ കാലഘട്ടം ഏതാണ്ട് അവസാനിക്കാറായി. എല്ലാവരും ജോർദാൻ നദികൾ ഈ തടയിലേക്ക് വന്നു. അത് വന്ന് ഇനി യോർദാൻ നദി കടക്കണം, അപ്പുറത്ത് പോകണം, അവർക്ക് വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകണം. അതത് ലെബാബ് പർവ്വതത്തിൻ്റെ അടിത്തട്ടിൽ അവർ താമസിക്കുന്ന സമയത്ത് യഹോവ ദൈവം മോശയോട് പറഞ്ഞു, മോശയെ നിൻ്റെ കാലങ്ങളൊക്കെ നിൻ്റെ സമയം അടുക്കാറായിരിക്കും, അതുകൊണ്ട് നീ നിൻ്റെ പ്രവർത്തികളെല്ലാം തികച്ചിട്ട് നീ നെബാവ് പർവ്വതത്തിലേക്ക് കയറുക, നീ അവിടെ വന്ന് നീ നിൻ്റെ പിതാക്കന്മാരോട് ചേരാമെന്ന് പറഞ്ഞ് യഹോവയായ ദൈവം മോശയ്ക്ക് വാണിംഗ് കൊടുത്തു. ഇതനുസരിച്ച് മോശ ജനങ്ങളെല്ലാം മോശ അവിടെ ഇരിക്കുന്ന ജനങ്ങളെല്ലാം വിളിച്ചിട്ട് അവർക്കൊരു അവരോട് ഓരോ കാര്യങ്ങളോട് സംസാരിക്കുവാണ്. ഇന്നുവരെ ജീവിച്ച കാര്യം, ആ കാര്യം, ഓരോ കാര്യങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ട് മോശ ഓരോരു കാര്യം കൂടെ പറഞ്ഞു. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 2-3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ന്യായപ്രമാണത്തെക്കുറിച്ച് അവിടെ മോശ സംസാരിക്കുന്നത്, നമ്മുടെ കർത്താവായ യഹോവ ഹോരേബിൽ വെച്ച് നമ്മോട് ഒരു നിയമം ചെയ്തുവല്ലോ. ഈ നിയമം യഹോവ നമ്മുടെ പിതാക്കന്മാരോടല്ല, നമ്മോട് ഇന്നിവിടെ ജീവിച്ചിരിക്കുന്ന നമ്മോടൊക്കെയും തന്നെ ചെയ്തത്. അതായത് ഈ 10 കൽപ്പനകൾ കൊടുത്തത് പിതാക്കന്മാർക്കല്ല, അബ്രഹാം, ഇസാക്കിനും യാക്കോബിനൊന്നും അല്ല. ഇന്നിവിടെ ജീവിച്ചിരിക്കുന്ന നമുക്കാണ് ഈ കൽപ്പന തന്നത്. ഈ കൽപ്പന എന്താണ്? അത് ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തത്. അബ്രഹാമിന് കൊടുത്തത് എന്താണ്? വാഗ്ദാനമാണ് കൊടുത്തത്. വാഗ്ദാനം കൃപയായിട്ടാണ് കൊടുത്തത്. അത് ഔദാര്യമാണ്. അത് നീ ഒന്നും ചെയ്യണ്ട. പക്ഷേ കൽപ്പന നീ അത് ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തത്. ഈ മരുഭൂമിയിൽ ഇസ്രായേൽ മക്കളുടെ യാത്ര നമുക്കൊന്ന് നോക്കാം. ഈ മരുഭൂമിയിൽ ഇസ്രായേൽ മക്കളുടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്, ഈ യാത്രയിൽ ഈ മരുഭൂമിയിൽ അവരുടെ മിസ്രൈമിൽ വെച്ച് അവർ യാത്ര ചെയ്യേണ്ട സമയത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും എല്ലാം യഹോവയായ ദൈവം മോശ മുഖാന്തരം അവർക്ക് വിളവ് കൊടുത്തിട്ട് പറയുന്നത്, അന്ന് ആ സന്ധ്യാസമയത്ത് പാസ്ക അല്ലെങ്കിൽ പെസക അവർ ആചരിച്ച ശേഷം അവർ യാത്ര തുടരുകയാണ്. യാത്ര തുടർന്ന് നമുക്ക് ഈ യാത്ര നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ചില കാര്യങ്ങളെല്ലാം നമുക്കറിയാൻ സാധിക്കും. ഈ യാത്ര ആരംഭിച്ച് ഈ ജനങ്ങൾ സീനായ് പർവ്വതത്തിൻ്റെ അടിവാരത്ത് അവിടെ എത്തി. അത് അന്ന് ഏതാണ്ട് 50 ദിവസമോ 2 മാസം 50 ദിവസം ഏതാണ്ട് ഇവിടെ അടുക്കുന്നു. ഈ 50 ദിവസത്തെ യാത്ര നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ 50 ദിവസത്തെ യാത്രയിൽ 5 പ്രധാന സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. 5 പ്രധാന സംഭവങ്ങളൊക്കെ നടന്നിട്ട് എങ്കിലും 5 പ്രധാന സംഭവങ്ങളാണ് അന്ന് നടന്നത്. ഒന്നാമത്തെ ചെങ്കടൽ വിഭജിക്കുന്നു. ഈ സൈന്യമെല്ലാം അവിടുത്തെ യാത്ര തിരിച്ച് ചെങ്കടലിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അങ്ങനെ ചെങ്കടലിന് അടുത്തേക്ക് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് യഹോവയായ ദൈവം നേരത്തെ അവരെ അറിയിച്ചതാണ്, മരുഭൂമി വഴി പോകേണ്ട, നിങ്ങൾ ചെങ്കടൽ വഴി പോയോ, അതുവഴിയാണ് നിങ്ങൾ പോകേണ്ടതെന്ന്. അതിന് ചെങ്കടൽ വഴി പോകേണ്ട വഴിയും അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർ ചെങ്കടലിൽ തീരത്തെത്തിക്കഴിഞ്ഞപ്പോഴാണ് ചെങ്കടലിൻ്റെ തീരത്തെത്തിക്കഴിഞ്ഞ് പുറകിലോട്ട് നോക്കുമ്പോഴാണ് ഫറവോൻ്റെ സൈന്യം അടുത്തേക്ക് വരുന്നത്. ഫറവോൻ്റെ മുമ്പിൽ ചെങ്കടൽ, പുറകിൽ ഫറവോൻ്റെ സൈന്യം, ഇടവും വലവും വലിയ വൻ മതിലുകളല്ല, വലിയ കുന്നുകൾ, അവർക്ക് കയറാൻ സാധിക്കാത്ത കുന്നുകളും കോട്ടകളാണ് നിൽക്കുന്നത്, കയറാൻ സാധിക്കാത്തത്. എന്താണ് ചെയ്യേണ്ടത്? ജനങ്ങൾ എന്താണ് ചെയ്തത്? ജനങ്ങൾ വിശ്വസിച്ച് എല്ലാം മുട്ടുന്നു. ജനങ്ങൾ വിശ്വസിച്ച് അവിടെ നിന്നതാണ്. അല്ല, അവരെല്ലാം മോശയെ കുറ്റം പറയുവാനും കുറവ് പറയുവാനും, മോശയെ നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഈ മരുഭൂമി ഞങ്ങളെ കൊല്ലാണ്, അല്ല ഈ സമുദ്രത്തെ ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണോ ഞങ്ങളെ കൊന്നത്? എല്ലാവരും മോശയെ കുറ്റം പറയുവാണ്, മോശയെ കല്ലെറിയാൻ വരെ സാധനം. അപ്പോഴാണ് മോശ യഹോവയായ ദൈവത്തിലേക്ക് നോക്കുന്നത്. മോശ പറഞ്ഞു, നീ എന്തിനാണ് നീ വിഷമിക്കുന്നത്? നിൻ്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് സമുദ്രത്തേക്ക് നീട്ടാൻ പറഞ്ഞു. സമുദ്രത്തേക്ക് സമുദ്രം രണ്ടായിട്ട് പറഞ്ഞു. എന്തെല്ലാം കുറ്റങ്ങളും കുറവുകളാണ് ജനങ്ങൾ മോശയെ പറഞ്ഞെന്നറിയോ? അത് കഴിഞ്ഞ് രണ്ടാമത്തെ സംഭവമാണ് മരുഭൂമി ചെങ്കടൽ കടന്ന് പിന്നെ അവർ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് അവർ കൊണ്ടുവന്ന ആഹാരമെല്ലാം തീർന്നു. അവർക്ക് ഭക്ഷിക്കാൻ ആഹാരമില്ല. എന്താണ് ഭക്ഷിക്കുന്നത്? പിന്നെയും മോശയോട് അവർ കലയിക്കാനും വഴക്ക് വെക്കാനും പെറുപെറുക്കാനും എന്നുവരെ ഭക്ഷിക്കാൻ ആഹാരമില്ല. കൊണ്ടുവന്ന ഭക്ഷണമെല്ലാം തീർന്നു പോയി. 2 മാസമായിട്ട് കൊണ്ടുവന്ന എത്രമാത്രം അവർക്ക് അവിടെ ഉണ്ടാകും ഭക്ഷണമെല്ലാം തീർന്നു. മോശയെ വഴക്ക് പറയാനും കല്ലെറിയാനും പെറുപെറുക്കാനും വേണ്ട. ഞങ്ങൾ ഇനി എന്താണ് ഭക്ഷിക്കേണ്ടത്? യഹോവയായ ദൈവത്തോട് ചോദിച്ചാൽ യഹോവ നിന്ന് ഭക്ഷിക്കേണ്ടത്, നാളെ നമ്മൾ നിങ്ങൾ ഭക്ഷണം കിട്ടും. അവർക്ക് മന്ന കൊടുത്തു.
മരുഭൂമിയിൽ അവർക്ക് മഞ്ഞ കൊടുത്തു. അത് കഴിഞ്ഞ് അവർ സീൻ മരുഭൂമിയിൽ എത്തിയപ്പോഴത്തേക്ക് സീൻ മരുഭൂമിയിൽ ആയിരുന്നു ഈ സംഭവം നടന്നത്. അത് കഴിഞ്ഞ് മാറായിലേക്ക് അവരെത്തി. സീൻ മരുഭൂമിയിലുള്ള യാത്ര നടക്കുകയാണ്. മാറായിൽ അവരെത്തി. മാറായിൽ എത്തിയെങ്കിൽ മാറായിലെ വെള്ളം അവർക്ക് കുടിക്കാൻ പറ്റുന്നില്ല. അന്നേരം ഇതുപോലെ തന്നെയാണ് അവർ മോശയോട് ചെന്നത്. അതുപോലെ തന്നെ പാറയിൽ നിന്നും പിന്നെ ഒരു സീൻ മരുഭൂമിയിൽ, അതായത് സീൻ മരുഭൂമിയുടെ ഷെഫേറ പ്രദേശത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് കുടിവെള്ളമില്ല. മോശയോട് പറഞ്ഞ് യഹോവയായിട്ട് നീ വടിയെടുത്ത് പാറമേൽ അടിക്കുക, നിനക്ക് വെള്ളം കിട്ടും. ഇതെല്ലാം അവർ സംഭവിക്കുമ്പോഴൊക്കെ ഈ ജനങ്ങളെല്ലാം അത് കേട്ട് മോശയും ദൈവം ഇതുവരെ കാണിച്ച് അത്ഭുത പ്രവൃത്തികളെല്ലാം ഓർത്ത് അവർ വിശ്വസിക്കുകയോ അവർ സ്നേഹിക്കുകയോ അവർ അത്ഭുതപ്പെടുകയോ ഒന്നുമല്ല അവർ ചെയ്തത്. മോശയെ കുറ്റം പറയാനും മോശയും യഹോവയായ ദൈവത്തെ കുറ്റം പറയാനും അവരെ ശിക്ഷിക്കാനും കുറ്റം പറയുവാനും അവർക്ക് വേണ്ട ചെയ്യുവാൻ അതിന് വേണ്ട എല്ലാ സംരംഭങ്ങളും അവർ ചെയ്യുമായിരുന്നു. മോശ എന്നൊന്ന് പറയും അങ്ങനെ ദൈവം ഒരു സച്ചിൻ അവസാനം അമലോക്കരുടെ അടുത്തെത്തിക്കുക. അവരെ യുദ്ധം ചെയ്യുവാൻ അമലോക്കരുടെ അടുത്ത് ആ യുദ്ധം ദൈവം അവർക്ക് ആ യുദ്ധത്തിൻ്റെ വിജയം കൊടുത്ത് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ പ്രധാനപ്പെട്ട 5 സംഭവങ്ങൾ അവർ സീനായ് പർവ്വതത്തിൻ്റെ അടിയിലേക്ക് എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ എത്തി അവർ കുറേ സമയം അവരവിടെ താമസിക്കേണ്ടി വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സീനായ് പർവ്വതത്തിൻ്റെ അടിയിലേക്ക് എത്തിയതിന് ശേഷമുള്ള നമുക്കൊരു സംഭവം നോക്കാം. സീനായ് പർവ്വതത്തിൽ അവർ പാസ്ക ആചരിച്ച് അവർ സഞ്ചരിച്ച് 2 മാസം കൊണ്ട് അവർ സീനായ് പർവ്വതത്തിൻ്റെ അടിവാരത്തെത്തി. അത് കഴിഞ്ഞ് സീനായ് പർവ്വതത്തിന് ശേഷമുള്ള അടിവാരത്തിലെത്തിക്കഴിഞ്ഞ് അവർക്ക് കൽപ്പന കൊടുത്തു. ആ കൽപ്പന കൊടുത്തതിന് ശേഷമുള്ള ഒരു 5 സംഭവങ്ങൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം. അത് മോശ അവർക്ക് ആദ്യമേ കൽപ്പന കിട്ടിയ അന്ന് തന്നെ സീനായ് പർവ്വതത്തിൽ ദൈവം അവർക്ക് കൽപ്പന കൊടുത്ത അന്ന് തന്നെ 3000 പേരാണ് അവിടെ മരിച്ചത്. കൽപ്പന കിട്ടിയ അന്ന് തന്നെ. ആ കൽപ്പന കിട്ടിയ എങ്ങനെയാണ് ആ സംഭവങ്ങൾ നമുക്ക് പുറപ്പാട് പുസ്തകം വായിച്ച് നമുക്കെല്ലാം മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അവർ ആ മരണത്തിൽ ഇടപെട്ടത്. കാര്യം അവർ മോശ പർവ്വതത്തിലേക്ക് പോയി കൽപ്പന വാങ്ങിക്കാൻ വേണ്ടി അവർ ആരും വരെ നോക്കാനും കാണാനാകില്ല, അവർക്ക് ദൈവമില്ല എന്ന് പറഞ്ഞ് അവർ ഒരു കാളക്കുട്ടി ഉണ്ടാക്കി. അന്ന് ആ സംഭവത്താണ് മോശ താഴേക്ക് ഇറങ്ങി വരുന്നതും ഈ കാണുന്നതും മോശ കൽപ്പന വലിച്ചെറിയുന്നതും. അങ്ങനെ അന്ന് തന്നെ 3000 ആൾക്കാർ മരിച്ചു. പിന്നെ ആൾക്കാർ പാളയത്തിരുന്നു കൊണ്ട് യഹോവയായ ദൈവയ്ക്കും മോശയ്ക്കും വിരോധമായിട്ട് സംസാരിച്ച് ഒരു ഭാഗം അവരുടെ പാളയം കുറേ ഭാഗം കത്തിയെറിഞ്ഞ് കുറേ ആളുകളെല്ലാം നശിച്ചു പോയി. അതുപോലെ തന്നെ മോശയും അഹരോനും മോശയുടെ സഹോദരിയായ മിറിയാം കൂടെ ചേർന്ന് മോശയെ കുറ്റം പറഞ്ഞ് മിറിയാമിൻ്റെ ദേഹത്ത് കുഷ്ഠരോഗം ബാധിച്ചു. അങ്ങനെ പ്രവർത്തിച്ചു, എന്ത് തെറ്റ് ചെയ്തു അന്നേരം എല്ലാവർക്കും അവർക്ക് ശിക്ഷ കൊടുത്തു. യഹോവയായ ദൈവം അവരെ ശിക്ഷിച്ചു. അവിടെ മുമ്പ് വരെ എന്തെല്ലാം പിറുപിറുത്തു, എന്തെല്ലാം സംസാരിച്ചു, മോശ എതിർത്തു. ഒരൊറ്റ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഞ്ഞു പോലും അവർ മരിച്ചില്ല. അതിനുശേഷം കൽപ്പന കൊടുത്തു. അതിനുശേഷം എല്ലാത്തിനും ദൈവം അവർക്ക് ശിക്ഷ കൊടുക്കുന്നു. അത് തന്നെയല്ല, അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഒരൊറ്റ കുട്ടികൾ പോലും ഒരു കുഞ്ഞു പോലും വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകാൻ ദൈവം അനുവദിച്ചില്ല. അവരെ ഈവൻ മോശയ്ക്ക് പോലും പോകാൻ സമ്മതിച്ചില്ല. അത് തന്നെ വലിയൊരു ശിക്ഷയില്ല അവർക്ക് ദൈവത്തിൽ. പിന്നെ ഇങ്ങനെയാണെങ്കിൽ അത് ഓരോരോ കുട്ടികൾക്ക് ഒരൊറ്റ ആൾക്കവർക്കും പോകാൻ സാധിച്ചിരുന്നില്ലെന്ന് പറഞ്ഞ് നൂൻ്റെ മകനായ ജോഷുവയ്ക്കും യെഫുന്നെയുടെ മകനായ കാലേബിനും ആ 2 പേർക്കും മാത്രമാണ് വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകാൻ സാധിച്ചത്. ഈ ന്യായപ്രമാണം എന്തിനാണുള്ളത്? ന്യായപ്രമാണം കൊടുത്തത് തന്നെ അത് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധമായ സുവിശേഷകനായ പൗലോസ് അപ്പോസ്തലൻ ഈ ന്യായപ്രമാണത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുന്ന ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാത്കാരമല്ലെന്ന് പറയുന്നത്. ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലേ എന്ന് പറയുന്നത്. ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികൾ നിമിത്തം നീതിമാന്മാർ ആഗ്രഹിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയി, കൃപയിൽ നിന്ന് വീണുപോയി. യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ ആരും നീതീകരിക്കപ്പെടുന്നില്ല. ഇങ്ങനെ വിശ്വസിക്കുന്ന ഏവരെയും നീതീകരിക്കാൻ തക്കവണ്ണം ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അന്ത്യമാകുന്നു. പ്രവാചകന്മാർ ന്യായപ്രമാണം, യോഹന്നാൻ സ്നാപകന്മാർ വരെ. അത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ഒരു മനുഷ്യൻ നീതിമാനാകത്തില്ല. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ വരുവാനുള്ള നന്മകളുടെ നിഴലാണ്.
കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് ഓരോ മനുഷ്യൻ നീതീകരിക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞത് ന്യായപ്രമാണം മാറേണ്ടതാണ്, അത് തീരേണ്ടതാണ്. അതുകൊണ്ടാണ് അകത്ത് കെട്ടിപ്പൂട്ടി വച്ചിരിക്കുന്ന ആ ഭരണികളെ കെട്ടിപ്പൂട്ടിരിക്കുന്ന പഴയ വെട്ടിപ്പൊട്ടിരിക്കുന്ന വീഞ്ഞ് അത് തീരേണ്ടതാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ന്യായപ്രമാണം, കാനാവിലെ കല്യാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയുടെ ദിശാവിഷ്കരണമാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ആദ്യത്തെ പോയിന്റ് ഇതാണ്. കാര്യം അകത്ത് കെട്ടിവെച്ച് അവർക്ക് വിവാഹത്തെ ചടങ്ങിന് വേണ്ടി കെട്ടിവെച്ച് വെച്ചിരിക്കുന്ന ആ വീഞ്ഞ് തീരേണ്ടതാണ്. തീർന്നേ മതിയാകൂ. അതാണ് അവിടെ തീർന്നത്. നമ്മളിപ്പോൾ ചോദിക്കും, പിന്നെന്തിനാണ് ന്യായപ്രമാണം അവർക്ക് കൊടുത്തത്? എന്തിനാണ് ന്യായപ്രമാണം പിന്നെ കൊടുത്തത്? ന്യായപ്രമാണം കൊടുത്തത് എന്തിനാണ്? മോശയോട് ഇപ്പം ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പ് യഹോവയായ ദൈവം മോശയോട് ചോദിച്ചു, മോശേ, ഞാൻ ഈ യഹോവയായ ദൈവത്തെ ഇവരെക്കുറിച്ചൊരു ശരിയായൊരു പേരാണ്. ഇവർ സ്റ്റെഫ് നെക്കഡ് പീപ്പിളാണ്, ദുശാഠ്യമുള്ള ജനങ്ങളാണ്. ഞാൻ എത്ര അത്ഭുതങ്ങളും അതിശയങ്ങളും പ്രവർത്തിച്ചാലും ഇവരെന്നെ വിശ്വസിക്കുകയില്ല, സ്നേഹിക്കുകയില്ല എന്ന് യഹോവയായ ദൈവക്കറിയാം. ഇതുകൊണ്ട് യഹോവയായ ദൈവം മോശയോട് 3 പ്രാവശ്യം ചോദിച്ചു, ഞാൻ ഇവർക്ക് ന്യായപ്രമാണം കൊടുക്കട്ടെ. നീ അവരോട് മൂപ്പന്മാരോട്, അവരുടെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ മൂപ്പന്മാരോട് എല്ലാം ചോദിക്കുക, ന്യായപ്രമാണം തരട്ടെ എന്ന് അവരോട് ചോദിക്കുക. അവരിങ്ങനെ മോശ 3 പ്രാവശ്യം തന്നെ ഈ മക്കളോടെല്ലാം ചോദിച്ചു, ന്യായപ്രമാണം നിങ്ങൾ അനുസരിക്കുക. യഹോവയായ ദൈവം ഇപ്രകാരം ചോദിക്കുന്നു, നിങ്ങൾ ന്യായപ്രമാണം തരും, നിങ്ങളത് അനുസരിക്കുമോ? ഞങ്ങളെല്ലാവരും അനുസരിക്കും എന്നാണ് പറഞ്ഞത്. ഒരു പക്ഷേ അവർ പറയുവാന്നിരിക്കട്ടെ, ആ മൂപ്പന്മാരും അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം പറയാം, പക്ഷേ യഹോവയായ ദൈവം നിങ്ങൾ ഇപ്രകാരം ചോദിക്കുക, നിന്റെ ദാസനെ അബ്രഹാനും ഇസാക്കിനും യാക്കോബിനും കൊടുക്കാത്തൊരു ന്യായപ്രമാണം നീ എന്തിനാണ് ഞങ്ങൾക്ക് തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ യഹോവ ദൈവം സന്തോഷിക്കുമായിരുന്നു. ഇവർ എന്നിലും എൻ്റെ വചനത്തിലും എന്നെ എത്രമാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുന്നു, അതിലൊരു ന്യായപ്രമാണം വേണമെന്ന് പറഞ്ഞത്. പക്ഷേ അവരെ സമ്മതിച്ചില്ല. ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഒരു വ്യക്തിക്കുള്ള ന്യായപ്രമാണൻ്റെ പ്രവർത്തികളെ നീതീകരിക്കാൻ ഒരു മനുഷ്യന് സാധിക്കത്തില്ല. ന്യായപ്രമാണം പിന്നെ എന്തിനാണ് കൊടുത്തതെന്ന് ചോദിക്കത്തില്ല. പിന്നെ എന്തിനാണ് ന്യായപ്രമാണം കൊടുത്തത്? ന്യായപ്രമാണം കൊടുത്തത് എന്തിനാണെന്ന് പൗലോസപ്പോസ്തലൻ, എബ്രായ ലേഖനം പൗലോസപ്പോസ്തലൻ എഴുതുന്നത്, ഞാൻ വിശ്വസിക്കുന്ന എബ്രായ ലേഖനം എഴുതിക്കുന്നത് പൗലോസപ്പോസ്തലനാണ്. അതുകൊണ്ട് ന്യായപ്രമാണം 5-ാം അധ്യായം 12-ാം അധ്യായത്തിൽ നാം നോക്കിയാൽ ന്യായപ്രമാണം എന്തിനാണ് കൊടുത്തതെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. ന്യായപ്രമാണം എന്തിനാണ് കൊടുത്തത്? ഗലാത്യർ ലേഖനം 3-ാം അധ്യായം 23 മുതൽ 4-ാം അധ്യായം 1 വരെ ന്യായപ്രമാണം എന്തിനാണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. എന്തിനാണ് ന്യായപ്രമാണം കൊടുത്തത്? പൗലോസപ്പോസ്തലൻ പറയുന്നതാണ്, വിശ്വാസം വരും മുമ്പേ എന്ത് വിശ്വാസം വരും മുമ്പേ എന്നാണ് പറയുന്നത്? കർത്താവായ യേശുക്രിസ്തുവിലേക്കുള്ള വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരിക്കുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ച് അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. നമ്മെ നോക്കിക്കണ്ട് ശുശ്രൂഷകനായിട്ട് ഒരു ഇൻസ്ട്രക്ടറായിട്ട് നമ്മുടെ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നമ്മെ നയിക്കുന്ന ഒരു ശിശുപാലകനായിട്ടാണ് ന്യായപ്രമാണം നമുക്ക് അനുഭവപ്പെടുന്ന പൗലോസപ്പോസ്തലൻ്റെ ലേഖനത്തിൽ പറയുന്നു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകൻ്റെ കീഴിലല്ല, നാം ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല എന്നർത്ഥം. ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല, യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിനാൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങൾ എല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നത്രേ. ക്രിസ്തുവിൽ ഉള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു എന്ന് ഇതിട്ട് ഗലാത്യർ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ ധരിക്കുന്നത്, അവകാശികൾ സർവ്വത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നത്തോളം ദാസനേക്കാളും ഒട്ടും വിശേഷതയുള്ളവരല്ല. നമ്മൾക്ക് അവകാശമുണ്ട്, നമ്മളെ സ്വതന്ത്രരാക്കി നമ്മളെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ശിശുവായിരിക്കുന്നിടത്തോളം കാലം എങ്ങനെ നോക്കുന്നത്? ശിശുവായിരിക്കുന്ന പൗലോസപ്പോസ്തലന്റെ ലേഖനത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് കട്ടിയായുള്ള ആഹാരം കൊണ്ടുപോകുന്നത്, പക്ഷേ ഇപ്പോഴും നിങ്ങൾ ശിശുക്കളാണ്. പിന്നെ അദ്ദേഹം പൗലോസപ്പോസ്തലൻ പിന്നെയും പറയുന്നുണ്ട്, കാലത്ത് നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കണം നിങ്ങൾ, ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങൾ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യം. കാര്യം ശിശുപാലകൻ്റെ കയ്യിൽ ഇപ്പോഴും ശിശുവായിട്ടിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെ
നമുക്ക് എങ്ങനെയത് അത് ന്യായപ്രമാണത്തിൻ്റെയും കൃപയുടെ കൃപയുടെ ആ പ്രവേശത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കുന്നുണ്ട്? കൃപയിലേക്ക് നമുക്ക് എങ്ങനെ? കാര്യം എപ്പോഴും ശിശുവാണ്. മർമ്മങ്ങളും രഹസ്യങ്ങളും നിങ്ങൾക്കറിയാൻ സാധിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾക്കറിയാൻ സാധിക്കുന്നില്ല. ന്യായപ്രമാണത്തിൻ്റെ ഗുണങ്ങളെയൊക്കെ മോശ അവർക്ക് ഉപദേശിച്ചു തരുന്നുണ്ട്, അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്താണ്? ന്യായപ്രമാണം അനുസരിച്ചാലും അത് കൈക്കൊണ്ടാലും അതിനെ ഫോളോ ചെയ്താലും എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് മോശ പറയുന്നുണ്ട്. അതുപോലെ ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെ നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ ന്യായപ്രമാണം അനുസരിക്കുന്നതുകൊണ്ട് അവർ കിട്ടുന്ന ഗുണങ്ങളൊക്കെ പറയുന്നുണ്ട്. വളരെ ബൃഹത്തായ ഗുണമാണ്, വളരെ ഫലങ്ങളും വളരെ ഗുണങ്ങളും ഒക്കെ ചെയ്യുന്നത്. അവർ കിട്ടുന്ന ന്യായപ്രമാണം കൊടുക്കുന്നത് അവിടെ പറയുന്നത്, നീ സകലത്തിലും അനുഗ്രഹിക്കപ്പെടും, നിന്നെ ഉന്നതനാക്കും, നീ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും, നീ പുറത്തു പോകുമ്പോൾ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ ഗർഭഫലം നിനക്ക് ഫലവത്താക്കും, നിൻ്റെ കൃഷിയിടങ്ങൾ നിന്നെ ഫലവത്താക്കും, നിൻ്റെ ശത്രുക്കൾ ഒരുമിച്ച് വരും, പലരായിട്ട് അവർ ചിതറിച്ചു പോകും, അവരെല്ലാം തരിപ്പണമാക്കും, നിൻ്റെ കൃഷിയെല്ലാം ഫലവത്താക്കും, നിൻ്റെ വിളവെല്ലാം ഫലവത്താക്കും, നിനക്ക് മുൻമഴയും പിന്മഴയും എല്ലാം നിനക്ക് ഫലപ്രദമാക്കി നിൻ്റെ ഭണ്ഡാരം എപ്പോഴും നിറഞ്ഞിരിക്കും, നീ കൊടുക്കുന്നവനായിരിക്കും, നീ വാങ്ങിനിക്കുന്നത്. അവസാനം യഹോവയായ ദൈവം പറയും, മോശയോട് പറഞ്ഞു കൊടുക്കുകയാണ്, യഹോവയായ ദൈവം നമുക്ക് യഹോവ നിന്നെ വാലല്ല തലയാക്കും. ഈ ന്യായപ്രമാണം അനുസരിക്കുമ്പോൾ അനുസരിക്കുമ്പോൾ നിനക്ക് ഇത്രയെത്ര ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം അനുഗ്രഹം നിനക്ക് കിട്ടും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത വാഗ്ദാനം എന്താണെന്ന് നോക്കാം. നമ്മുടെ കർത്താവിൻ്റെ വാഗ്ദാനം നോക്കാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 29-ാം വാക്യം, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 24-ാം അധ്യായം 30-ാം വാക്യം കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. കർത്താവ് പറയുന്നത്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ നൽകാനും ആ ജീവനെ ഫലപ്രദമാക്കുവാനും വേണ്ടിയാണ് ഞാൻ വന്നത്. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളെ വഴി നടത്തും. എന്തിനാ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പത്രോസാണ് ചോദിച്ചത്, കർത്താവ് നിൻ്റെ പേര് ഞങ്ങളുടെ വല വിട്ടു, ഞങ്ങൾ നഷ്ടപ്പെട്ടു, വലയും വള്ളവും എല്ലാം വിട്ട് ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, നിൻ്റെ കൂടെ ഞങ്ങൾക്ക് എന്ത് പറയാം? അപ്പോൾ കർത്താവായ യേശുക്രിസ്തു, എന്തെല്ലാം എൻ്റെ പേരിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയോ അതെല്ലാം നിങ്ങൾക്ക് 100 വട്ടം നിങ്ങൾക്ക് തിരിച്ചു വിടും. അത് കഴിഞ്ഞ് കർത്താവ് പിന്നെ ഒരു വാക്ക് അവരോട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് നിത്യജീവനും നിങ്ങൾക്ക് തരും. ഈ പഴയ നിയമത്തിലുള്ള ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ വാരിക്കോരി കൊടുക്കുമ്പോൾ അതിനകത്തൊരു നിത്യജീവനെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഇത്രയെല്ലാം കൊടുക്കും. നീ അകത്ത് പോയാലും പുറത്തു പോയാലും നീ അനുഗ്രഹിക്കപ്പെടും, നിന്നെ അനുഗ്രഹിക്കും. പക്ഷേ യഹോവയായ ദൈവം അവർക്ക് ദൈവം നിത്യജീവിതത്തെക്കുറിച്ച് അവർക്ക് വാഗ്ദാനം കൊടുക്കുന്നില്ല. അത് കൊടുക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. കർത്താവായ യേശുക്രിസ്തു വാഗ്ദാനം കിട്ടുന്ന അത് നിത്യജീവൻ ലഭിക്കുന്നതാണ്. ഏകദൈവമായി നിന്നെയും നീ അയച്ച പുത്രനെയും അറിയുക എന്നതാണ് നിത്യജീവൻ ഇരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ ഇരിക്കുന്നത്. അതറിയാൻ പഴയ നിയമത്തിൽ ഒരു പ്രൊവിഷനും ഇല്ല. അത് കർത്താവായ യേശുക്രിസ്തു നമുക്ക് തിന്ന് കുടിച്ച് മറിച്ച് അങ്ങനത്തെ നമുക്ക് ആവശ്യത്തിനുള്ള പണം, പ്രതാപം, സ്ഥാനം, മാനം എന്നെല്ലാം കിട്ടും. നമുക്ക് നിത്യജീവൻ നമുക്ക് വേണ്ടായോ? നിത്യജീവൻ ഈ മരണത്തിന് ശേഷം നമ്മൾ എന്ന് മരിക്കുന്നു എന്ന് ജീവിക്കുന്നു നമുക്കൊന്നും അറിയില്ല. ഈ കർത്താവായ യേശുക്രിസ്തുവിൽ അത് നമ്മൾ മരിക്കാൻ എപ്പോഴും തയ്യാറായി. കർത്താവായ യേശുക്രിസ്തുവിൽ മരിക്കുവാൻ നമ്മൾ എപ്പോഴും തയ്യാറായിട്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ നമുക്കൊരു വാഗ്ദാനം വേണ്ടായോ? നമ്മൾ മരിച്ചാൽ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? അങ്ങനെ ഒരു കർത്താവായ യേശുക്രിസ്തു നിനക്കൊരു വാഗ്ദാനം കൊടുത്തത്, നിനക്ക് നിത്യജീവൻ കൊടുക്കുന്നുണ്ട്. കർത്താവ് നിനക്ക് നിത്യജീവനാണ് നിനക്ക് തരുന്നത്. അത് കർത്താവിനാൽ അത് നിത്യജീവൻ ലഭിക്കുന്നത് എങ്ങനെയാണ്? നിത്യജീവൻ ലഭിക്കുന്നത് ഏകദൈവമായി നിന്നെയും നീ അയച്ച പുത്രനെയും അറിയുക എന്നാണ് നിത്യജീവൻ ഇരിക്കുന്നത്. അപ്പോൾ അവരെ അറിയുകയാണ് നിശ്ചയം. അവരെ വിശ്വസിക്കുകയോ സ്നേഹിക്കുകയോ അവരെ അറിയുന്നു. അറിയുക എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അർത്ഥം എന്താണ്? അറിയുക എന്ന് പറഞ്ഞാൽ എന്താ? അറിയെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് മനസ്സിരിക്കുന്നത്? അറിയുക എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു അർത്ഥമുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കർത്താവിൻ്റെ ജനനത്തിന് മറിയത്തിൻ്റെ അടുത്തേക്ക് ദൈവദൂതനെ അയക്കുന്നുണ്ട്. ആ മറിയം ചോദിക്കുന്നുണ്ട്, മറിയത്തിനോട് ഗബ്രിയേൽ ദൂതൻ പറയുന്നുണ്ട്, നീ ഒരു പുരുഷനെ നീ ഒരു ശിശുവിനെ പ്രസവിക്കും, അങ്ങനെ അത് പരിശുദ്ധാത്മാ നീ ഒരു ശിശുവിനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ മറിയം പരിഭ്രമിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ ഇതെന്ത് കാര്യം? ഞാൻ പുരുഷനെ അറിയാത്തവളാണല്ലേ ഞാൻ പുരുഷനെ അറിയാത്തവളാണ്. അറിവിൻ്റെ ആ ഡെപ്ത് എത്രമാത്രം ഉണ്ടെന്ന് ആ പുരുഷനെ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. ഞാൻ പുരുഷനെ അറിയാത്തവനാണ് ഞാൻ. എങ്ങനെ ഇതുപോലെ തന്നെ ഒരു സംഭവമാണ് നമുക്ക് പഴയ നിയമ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യഹോവയായ ദൈവം
അബ്രഹാമിനെ സന്ദർശിക്കുന്നുണ്ട്. യഹോവ ദൈവം രണ്ട് ദൂതന്മാരുമായി അബ്രഹാമിനെ സന്ദർശിച്ചു. അബ്രഹാമിനെ സന്ദർശിക്കാൻ സോദോം ഗോമോറ നശിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് അവിടെ വന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് യഹോവയായ ദൈവം പോയി കഴിഞ്ഞിട്ട് ദൂതന്മാർ രണ്ടും ലോത്തിനെ സന്ദർശിക്കാൻ വേണ്ടി സോദോമിലേക്ക് പോകുന്ന സംഭവം നമുക്ക് കാണുന്നുണ്ട്. സോദോമിനെ സന്ദർശിച്ച് ലോത്ത് അവനെ ദൂതന്മാരെ സന്തോഷത്തോടെ സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷം സന്ധ്യയായപ്പോൾ പറഞ്ഞ് ഞങ്ങൾ ഈ പട്ടണത്തിൽ ഞങ്ങൾ വിശ്രമിച്ചു കൊള്ളാൻ വന്ന്. അപ്പോൾ ലോത്ത് അവരെ വിലക്കുന്നുണ്ട്. ഈ പട്ടണവാസികളെല്ലാം അങ്ങനെയുള്ള മനുഷ്യരാണ്, ഇവർക്ക് അകത്ത് കിടക്ക്, അവർ നിങ്ങളെ ഉപദ്രവിക്കും, അവർ നല്ല മനുഷ്യരല്ല, പാപികളാണ്, അവർ ദുഷ്ടന്മാരാണ് പറയുമ്പോൾ സാരമില്ല, ഞങ്ങൾ കൊള്ളാം. അവർ അകത്ത് അവിടെ താമസിക്കുന്നത് രാത്രി ആയപ്പോഴത്തേക്ക് പട്ടണവാസികളും അവിടുത്തെ നിവാസികളെല്ലാം അപാലവൃത്തം ജനങ്ങൾ ലോകത്തിൻ്റെ ഭവനത്തിലേക്ക് വരുവാണ്. നിൻ്റെ വീട്ടിൽ 2 വ്യക്തികൾ വന്നല്ലോ, അവരെ ഇങ്ങോട്ട് വിട്, ഞങ്ങൾക്ക് അവരെ ഭോഗിക്കണമെന്ന് വ്യക്തമായിട്ട് പറയുന്നു. ഞങ്ങൾക്ക് അവരെ ഭോഗിക്കണം, നിങ്ങളവരെ പുറത്തേക്ക് വിടും. അപ്പം ലോത്ത് പറയുന്നുണ്ട്, പുരുഷന്മാരെ അറിയാത്ത 2 മക്കൾ എനിക്കുണ്ട്, ഞാൻ അവരെ പുറത്തേക്ക് വീണ്ടും വിട്ടുതരാൻ പറയുന്നുണ്ട്. അപ്പോൾ അറിയാതെ പറയുന്നതിൻ്റെ മീനിങ് എത്ര ശക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ. കർത്താവായ യേശുക്രിസ്തു നമ്മൾ അറിയണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അത് തന്നെയല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റിരുന്ന കല്ലറക്കിലേക്ക് കാലത്ത് മറിയ പോയി കാണുമ്പോൾ കല്ലറ തുറന്നു നിൽക്കുന്നത് കണ്ടിട്ട് മറിയ പോയി യോഹന്നാനോടും പത്രോസിനോടും പേര് പഠിക്കുന്നു. അവർ 2 പേരും ഓടി വന്ന് അവർ കല്ലറയ്ക്ക് വന്ന് നോക്കിയപ്പോൾ കല്ലറ തുറന്നിരിക്കുന്നത് കണ്ട് യോഹന്നാൻ സുവിശേഷം പറയുന്നതിനാണ്. അവർ അന്ന് വരെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതെന്ന് അന്ന് വരെ അവർ അറിഞ്ഞില്ല. അന്ന് അവരറിഞ്ഞു, കല്ലറ തുറന്നിരിക്കുന്നു. അന്ന് അവരറിഞ്ഞു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നവർ അറിഞ്ഞു. ഈ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്ക് നോക്കാമല്ലോ, ഈ വീഞ്ഞ് അവിടെ ഇരിക്കുന്നു, ഈ പുറത്തിരിക്കുന്ന അതിശ്രേഷ്ഠമായ ഒരു വീഞ്ഞ് അവിടെ, അത് അതിശ്രേഷ്ഠമായ വീഞ്ഞാന്ന് എങ്ങനെയാണ് മനസ്സിലായത്? അകത്ത് കെട്ടിവെച്ചിരിക്കുന്ന ആ പൊളിച്ചതും പലതരത്തിലുള്ള ആ വീഞ്ഞ് ഒരു തരത്തിലുള്ള വീഞ്ഞാണ് ഇരിക്കുന്നത്, പലതരത്തിലുള്ള വീഞ്ഞാണ് ഇരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളത്, പിന്നെ അല്പം ലൂസുമായ, അതായത് അവസാനം പുളിച്ച വീഞ്ഞ് വരെ ഉണ്ടായിരുന്നു. പുളിച്ച വീഞ്ഞ അവർ കർത്താവിനെ കുരിശിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവന്ന ആ പട്ടാളക്കാർക്കൊക്കെ ആ പടയാളികളെ കുളിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഈ പുളിച്ച വീഞ്ഞ വീര്യം കൂടി ആ പുളിച്ച വീഞ്ഞ് അതാണ് കർത്താവിന് കുടിക്കാൻ കൊടുത്തത്. അന്ന് വരെ ആരും രുചിക്കാത്ത ഇത്ര ശ്രേഷ്ഠമായൊരു വീഞ്ഞാണ് അതെന്ന് ആർക്കാണ് മനസ്സിലായി? അവിടെ രുചിച്ചറിഞ്ഞവർക്കാണ് അത് മനസ്സിലായത്. അവർക്ക് മനസ്സിലായി ഈ വീഞ്ഞിൻ്റെ വീര്യം എന്താണെന്ന് മനസ്സിലായവർക്കാണ്. അതാണ് ആ കൃപയുടെ പ്രത്യാസം. ആ കൃപയുടെ മഹത്വം മനസ്സിലാക്കിയത് ന്യായപ്രമാണത്തിൻ്റെ ആ കഠിനത നിമിത്തമാണ്. അകത്ത് വെച്ചിരിക്കുന്ന അത്ര മെച്ചമല്ലാത്ത ആ വീഞ്ഞിൻ്റെ അത് ശ്രേഷ്ഠമല്ല എന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഇവിടെ വെച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ വീഞ്ഞ് കുടിച്ചു നോക്കിയതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായത്. ഇതാണ് കൃപയുടെ പ്രഭാവം, ഇതാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആ കൃപയുടെ അകത്തിലേക്ക് നമ്മൾ കർത്താവ് ആ കൃപയിലേക്കാണ് നമ്മളെ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും വിളിക്കുന്നത്. ഇത് നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് ആ കൃപ നമുക്കറിയുവാൻ വേണ്ടി നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നാൽ മാത്രം മതി. അതിന് ഒരു നിബന്ധനകളുമില്ല. നീ ധൈര്യത്തോടെ നീ കർത്താവിൻ്റെ അടുത്തേക്ക് നീ കടന്നു വരുമ്പോൾ അവൻ നിന്നെ സഹായിക്കും. അവൻ്റെ കൃപ അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് നോക്കട്ടെ, ആ കൃപ അവിടെ വെച്ചിരിക്കുന്ന ആ വീഞ്ഞ്, ആ വിലപ്പെട്ട ആ ശ്രേഷ്ഠമായ വീഞ്ഞ് കുടിക്കാൻ ആർക്കാണ് വീഞ്ഞ് കുടിക്കാൻ അർഹതപ്പെട്ടവർ? ത്യജിക്കപ്പെട്ടവർ, വിളിക്കാത്തവർ, പാവപ്പെട്ടവർ. ആ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ട എല്ലാവരും ആ വീഞ്ഞ് കുടിഞ്ഞ് അവർ തൃപ്തരായി. അവിടെ ഏതാണ്ട് 80-800 ലിറ്ററോളം വീഞ്ഞാണ് അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ സമർത്ഥ്യം നോക്ക്. അതായത് 25-30 ഗ്യാലൻ കൊള്ളുന്ന 6 കൽപ്പാത്രങ്ങളാണ് ഇരിക്കുന്നത്. ഈ ഒരു ഗ്യാലൻ എന്ന് പറഞ്ഞാൽ 3.56 അങ്ങനെയാണ് ഒരു ഗ്യാലൻ. അങ്ങനെ 25-30 × 4.6 × 6 ഏതാണ്ട് 800 ലിറ്ററോളം വീഞ്ഞാണ് അവിടെ ഇരിക്കുന്നത്. ആർക്ക് കുടിക്കാൻ? എല്ലാവരും കുടിച്ച് മത്തരായി പോയി കഴിഞ്ഞു. ഇനിയുള്ള വീഞ്ഞ് കുടിക്കുന്നത് വിളിക്കാത്തവരെയും ക്ഷണിക്കാത്തവരെയും അവഗണിക്കപ്പെട്ടവരും അവർക്കാണ് കൃപ ലഭിക്കാനുള്ള അവസരം നമുക്ക് കിട്ടിയത്. നമുക്കാണ് ആ കൃപ ലഭിക്കാനുള്ള അവസരം നമുക്ക് തരുന്നത്. നമ്മളെ ഉദ്ദേശിച്ചാണ് കർത്താവ് കൃപ ഒന്ന് ചോദിച്ചത്, വിളിക്കവർക്ക് വേണ്ടിയില്ല. നമ്മൾ ആ കൃപയുടെ ഭാരവാക്കി ആ കൃപയുടെ പങ്കാളികളെ നമ്മൾ മുമ്പോട്ട് കർത്താവിനെ ധൈര്യത്തോടെ നമ്മൾ കർത്താവിനെ സേവിച്ചാൽ മാത്രം മതി. അതിനുള്ള അവകാശവും അധികാരവും നമുക്ക് ഔദാര്യമായി തന്നിരിക്കുന്നു. അതിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഔദാര്യമായി തന്നിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം. നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് നമുക്ക് ലഭിച്ചില്ല. അതിനുവേണ്ടി കർത്താവ് നമ്മൾ ഓരോരുത്തരും ഒരുക്കട്ടെ. നമുക്ക് 1 മിനിറ്റ് പ്രാർത്ഥിക്കും. സ്നേഹവാനായ സ്വർഗീയ വാഴ്ത്തപ്പെട്ട കർത്താവേ, ദൈവത്തിൻ്റെ കർത്താവേ, നീ എനിക്ക് തന്നത് ഞാൻ അവർക്ക് കൊടുക്കുക മാത്രമേ ചെയ്തുള്ളൂ. കർത്താവേ,
നിൻ്റെ കൃപയുടെ പ്രഭാവത്താൽ ഞാൻ നോക്കുക. കൃപ അങ്ങനെ മൂടി വെക്കേണ്ടതല്ലല്ലോ. കൃപ എല്ലാവരും അറിയേണ്ടതല്ലേ കർത്താവേ. ആ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു ഓരോ വ്യക്തികളെയും കർത്താവേ കൃപ ആസ്വദിക്കുവാൻ എനിക്കും ഈ കർത്താവിൻ്റെ കൃപ എനിക്കും വേണം, എനിക്കും അർഹതപ്പെട്ടാണെന്ന് ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളിൽ കർത്താവെ ആ പ്രചോദനമുണ്ടായി കർത്താവിൻ്റെ അടുത്തേക്ക് വരുവാൻ ഓരോ വ്യക്തികളെയും നീ ഒരുക്കി അനുഗ്രഹിച്ച് വാഴ്ത്തി അനുഗ്രഹിക്കുക കർത്താവെ. എല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയുള്ള നാമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമീൻ, ആമീൻ.